കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ചെടികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഊരൻ്റെ പുറത്ത് നല്ല തണ്ടുവരപ്പേരം നല്ല രീതിക്ക് കൊത്തുന്നുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ ഈ ചരത്തിലും തട്ടയിലുമായിട്ട് ഒരു പിങ്ക് കളർ, അതായത് ഡാർക്ക് റോസ് കളറിൽ ചരത്തിലും തട്ടയിലുമായിട്ട് വരുന്നുണ്ട്. ഇത് ബാക്ടീരിയ പ്ലസ് ഫംഗൽ പ്രോബ്ലമാണ്, ഫംഗൽ അറ്റാക്കാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇൻഡോഫിൽ മാംഗോസബ്. ഇത് പലതരത്തിലുള്ള മാംഗോസബ് ഉണ്ട്, കോമ്പിനേഷൻ അല്ല, സിംഗിളായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു കോമ്പിനേഷനാണ് മാംഗോസബ് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ കോണ്ടാക്ട് ഫംഗസൈഡാണ്. ഇതൊരു 200 ലിറ്ററിന് 250 മുതൽ 300 ഗ്രാം വരെ കൊടുക്കാം ഈ വേനൽക്കാലത്തിൽ. അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയബിലിറ്റായിട്ട് വരുന്ന വൾഡാമൈസിൻ ഇത് ആൻറ്റിബയോട്ടിക് പ്ലസ് ബയോട്ടിക് പ്ലസ് സിസ്റ്റമിക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് 200 ലിറ്ററിന് 200 മില്ലി വീതവും. നമ്മുടെ മാംഗോസബ് എന്ന് പറയുന്നത് ഒരു 250 അല്ലെങ്കിൽ ഒരു 300, തുടക്കമൊക്കെ ആണെങ്കിൽ ഒരു 250 ഗ്രാം മതി. അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ 300 ഗ്രാം വീതം വെച്ച് കൊടുക്കാം മാംഗോസബ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിലിക്ക ബേസിൽ വരുന്ന പൊട്ടാഷ്യം ബേസിലാണ് വരുന്നത് പൊട്ടാഷ്യം സിലിക്കേറ്റ്. ഇത് തണുപ്പ് പിടിച്ച് നിർത്താൻ വേണ്ടിയും കടുത്ത വേനലിൽ നിന്ന് ചെടികൾക്ക് ചെറുതായിട്ട് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ പൊട്ടാഷ്യം സിലിക്കേറ്റ് കൊടുക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ പൊട്ടാഷ്യം അപ്ടച്ച് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പ് പിടിച്ച് നിർത്തുന്നുണ്ട്. ഇതിൽ പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ 31% വരുന്നത്. പൊട്ടാഷ്യം പ്യൂരിറ്റി ആയിട്ടാണ് വരുന്നത്. പ്ലസ് സിലിക്കേറ്റ് വരുന്നത് 50%. ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ മൂന്നും കൂടെയാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്തിൽ കൊടുക്കാൻ പറ്റിയ, ഈ രോഗങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു കോംബോ. ഇതിന് പകരമായിട്ട് ഈ മാംഗോസബ് അല്ലെങ്കിൽ ഇതിൻ്റെ പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫംഗസൈഡാണ് പ്രോപ്പിനപ്പ് 70% വരുന്ന ഫംഗസൈഡാണ്, കോണ്ടാക്ട് ഫംഗസൈഡാണ്. ഇത് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഫംഗൽ രോഗങ്ങളെല്ലാം മാറിക്കോളും. ഈ ബ്രോഡ് സ്പെക്ട്രം, അതായത് ഈ ചെന്താള്, ഇലപ്പുള്ളി, ഇലമഞ്ഞപ്പ്, തട്ടമഞ്ഞപ്പ്, പൂള പൊഴിച്ചൽ, ഇതൊക്കെ അത്യാവശ്യം മാറിക്കോളും. ഈ ചില ആൾക്കാർക്കൊക്കെ ഈ തട്ടമറച്ചിലൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഈ ചുവട്ടിൽ അത്യാവശ്യം കൊടുക്കാനും ഏകദേശം നല്ലൊരു കോംബോയാണിത്. പിന്നെ ചെറുത്തിലും വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഇത് കൊടുക്കാൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. എന്തായാലും 15 ദിവസം ഗ്യാപ്പിൽ ഒന്നും കൂടെ ഇത് കൊടുക്കുവാണെങ്കിലും ബെസ്റ്റാണ്. ഇത് കൂടാതെ ഇത് കൊടുത്തിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്യൂഡോമോണസ്, അതായത് നല്ല സ്യൂഡോമോണസ്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്യൂഡോമോണസ് എന്ന് പറയുന്ന സാധനം 6 മാസം മുതൽ 12 മാസം വരെയാണ് കാലാവധി ഉള്ളത്. പഴയത് സ്റ്റോക്ക് കൂടുതലുണ്ടെന്ന് വെച്ച് അടിക്കാം എന്നൊരു ഇത് മാറ്റുക. എന്നുവെച്ചാൽ അത് സൂക്ഷ്മ അണുക്കളാണ്, അതിനൊരു കാലപരിധി ഉണ്ട്. ഇത്ര ദിവസം അതിൻ്റെ പ്രോസസ്സിങ്, ഇത്ര ദിവസമേ അത് കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അത് ചെടികളിൽ പോയാലും ഈ 12 മാസമേ അതിൻ്റെ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. ഈ ഫംഗസൈഡ് അടിച്ചിട്ട് മാത്രമാണ് ഈ സൂഡോമോണസ് കൊടുക്കാൻ പറ്റുന്നത്. അതായത് ഈ ഫംഗസൈഡ് കൊടുത്തതിന് ശേഷം 15-20 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സൂഡോമോണസ് കൊടുക്കാം, സൂക്ഷ്മാണുക്കൾ കൊടുക്കാം. ഈ സൂക്ഷ്മാണുക്കൾ കൊടുത്തതിന് ശേഷം ഫംഗസൈഡ് കൊടുക്കുന്നത് തെറ്റാണ്. പക്ഷേ സൂക്ഷ്മാണുക്കൾ കംപ്ലീറ്റ് സഹിതം ചത്തുപോകും. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കോംബോയാണ് മാംഗോസബ് അല്ലെങ്കിൽ പ്രോപ്പിനപ്പ് കൊടുക്കാം. പിന്നെ പൊട്ടാഷ്യം സിലിക്കേറ്റ് പ്ലസ് ഈ വൾഡാമൈസിൻ ആണ് നല്ലൊരു കോംബോ. ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്.